കോളേജിന് പറയാനുള്ളത് നമുക്ക് 11-ാം തീയതിയാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് കുട്ടികൾ കംപ്ലയിൻ്റ് ചെയ്ത്. ഒരു കുട്ടിയുടെ അച്ഛൻ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം തന്നെ നമ്മൾ കുട്ടികളെ വിളിച്ചു. അപ്പം കുട്ടികളോട് ചോദിച്ചപ്പോൾ നേരാണെന്ന് അപ്പോൾ അവരോട് കംപ്ലയിൻ്റ് എഴുതി തരാൻ പറഞ്ഞു. അപ്പം കുട്ടികൾ എഴുതി തന്ന കംപ്ലയിൻ്റ് സഹിതം നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാമെന്നുള്ളതാണ് ആൻറ്റി റാഗിങ് നിയമം അനുസരിച്ചുള്ള. അപ്പം നമ്മൾ ഉടനെ നമ്മുടെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പം അതനുസരിച്ച് അവർ ബാക്കി നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിക്ടിംസിനെയും ഇതിൽ പരാതി ഉപദ്രവിച്ച കുട്ടികളെ അവർ വിളിച്ചു. അപ്പോൾ അങ്ങനെ നമുക്കറിയാലോ, അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കുട്ടികളെ. അത് 3 മാസമായിട്ട് കുട്ടികൾ പറയുന്നത് നമ്മൾ ഇവിടുന്ന് ആൻറ്റി റാഗിങ് സെല്ലുണ്ട്, അതുപോലെ ടീച്ചേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു 3 മാസക്കാലം കുട്ടികളെ കണ്ട് സംസാരിച്ച് അതിൻ്റെ റിപ്പോർട്ട് എഴുതാറുണ്ട്. അപ്പോഴൊന്നും ഈ കുട്ടികൾ ആരും ഒരു സംഭവം പറഞ്ഞിട്ടില്ല നമ്മളോട്. അതുപോലെ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. പല വീട്ടുകാരും നമ്മൾ പറഞ്ഞപ്പം തന്നെയാണ് അറിയുന്നത്. കുട്ടികളൊന്നും റിവീൽ ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 11-ാം തീയതിയാണ് നമ്മൾ ആദ്യമായിട്ട് കുട്ടികളുടെ നിന്ന് പരാതി കിട്ടുന്നത്. പേരൻസിനോടും പറഞ്ഞില്ല. അതിൽ ഒരു കുട്ടിയുടെ പേരൻ്റ് മാത്രമാണ് പറഞ്ഞത്. ആ പേരൻ്റാണ് 11-ാം തീയതി നമ്മളെ വിളിച്ചത്. വാർഡൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സർക്കാരിന് സർക്കാർ നഴ്സിംഗ് കോളേജിൽ വാർഡൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ തന്നെയാണ് വാർഡൻ. പിന്നെ പ്രിൻസിപ്പാളിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു അധ്യാപകരായാലും ഒരാളെ അസിസ്റ്റൻറ്റ് വാർഡനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ മെയിലിൻ്റെ ഹോസ്റ്റലിൽ ഒരു മെയിൽ അസിസ്റ്റൻറ്റ് വാർഡൻ ഉണ്ട്. അപ്പോൾ ആ വാർഡനാണ് അസിസ്റ്റൻറ്റ് വാർഡനാണെങ്കിലും ചെന്ന് അസിസ്റ്റൻറ്റ് വാർഡനോട് ഒന്നും കുട്ടികൾ പറഞ്ഞിട്ടില്ല. അതുപോലെ ക്ലാസ് ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ചോദിക്കാറുണ്ട്. അന്നേരം ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, വീട്ടിലല്ല, പുള്ളി ഡേ സ്കോളർ, വീട്ടിൽ നിന്ന് വരുന്ന ആളാണ്. ഹോസ്റ്റലിൽ ഒരു ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം കേട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം പുള്ളി ഒന്ന് ചോദിച്ചു, അവരോട് വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ പേരൻസിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു മീറ്റിംഗ് നടത്തുക. അതുപോലെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് കുറച്ചും കൂടെ ദൃഢമായിട്ട് എല്ലാ ദിവസവും, ഇനിയിപ്പം നമ്മൾ 3 മാസക്കാലമാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടെ നമ്മൾ ഫംഗ്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഉദ്ദേശം. അതുപോലെ കുട്ടികൾക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹയർ അതോറിറ്റി, ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് നഴ്സിംഗ് കോളേജ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹയർ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവർ ചോദിക്കുന്നതനുസരിച്ച് വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പ്രഥമ ദൃഷ്ട്യാ നമ്മളിത് റാഗിങ് ആയിട്ടുണ്ടെന്ന് തെളിഞ്ഞുകൊണ്ട് നമ്മൾ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു. ഇനി ആൻറ്റി റാഗിങ് ആക്ട് അനുസരിച്ച് അതിൽ നിയമം ശാസിക്കുന്ന പോലെ ബാക്കി നടപടികൾ, ശിക്ഷാ നടപടികളും വരും. അത് പോലീസിൻ്റെ കയ്യിലാണ് കേസ് FIR ഒക്കെ കിട്ടണം. അതനുസരിച്ച് നമ്മൾ ബാക്കി നടപടികൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ സാറേ, കുട്ടികൾ പറയാതെ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? കുട്ടികൾ ആരോടെങ്കിലും പറയും. നമ്മളാണെങ്കിൽ നമ്മുടെ പേരൻസിനോടെങ്കിലും പറയും. അങ്ങനെ പേരൻസിന് പോലും കുട്ടികൾ പറഞ്ഞിട്ടില്ല. അതുപോലെ ടീച്ചേഴ്സാണെങ്കിലും എല്ലാവരും വളരെ സൗഹൃദമായിട്ട് പെരുമാറുന്നത്. അപ്പോൾ അവരോടും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഇയറിലെ ക്ലാസ് ടീച്ചറൊക്കെ എപ്പോഴും അവരോട് ചോദിക്കുന്നത് എന്തെങ്കിലും. കാരണം നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമല്ലോ. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ കുട്ടികൾ പറയണ്ടേ. പറയാതെ നമ്മൾ എന്ത് ചെയ്യും? ഭീഷണിപ്പെടുത്തിയതുകൊണ്ടായിരിക്കും ചിലപ്പം കുട്ടികൾ പറയാതെന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിഗമനം. ഫസ്റ്റ് ഇയറിലെ ബോയ്സ് 6 കുട്ടികളേ ഉള്ളൂ. ഹോസ്റ്റലിൽ ആകെ 27 കുട്ടികളുണ്ട്. BSc നഴ്സിംഗ് സ്റ്റുഡൻസും ഉണ്ട്, GNM സ്റ്റുഡൻസും ഈ ഹോസ്റ്റലിലാണ്. 3-ാം വർഷം 2-ാം വർഷം വിദ്യാർത്ഥികളുണ്ട്.